അനീഷ് വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഒരുപാട് മിസ്റ്റേക്കും ഒരുപാട് വിഡ്ഢിത്തരങ്ങളും ബിഗ് ബോസ് വീടിനകത്ത് കാഴ്ചവെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു നല്ല മനുഷ്യനായിട്ട് അദ്ദേഹത്തെ നമുക്ക് കണക്കാക്കാം. ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയാണ് പെരുമാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം നിലവിൽ ഒരു മാന്യനായ മനുഷ്യൻ തന്നെയാണ്. പ്രത്യേകിച്ച് ആരോടും ഒരു വെറുപ്പുമില്ല, അതുപോലെ തന്നെ താല്പര്യവുമില്ല. സ്വന്തം രീതിയിൽ തന്നെ കളിച്ചു മുന്നേറുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ നിലവിലുള്ളത് അനീഷ് മാത്രമാണ്. വ്യക്തമായ അഭിപ്രായങ്ങളും ഗെയിമിംഗ് പ്ലാനും നന്നായിട്ട് തന്നെ നമ്മുടെ അനീഷിനുണ്ട്. ഇന്നിപ്പോൾ ഉണ്ടായ സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് നോമിനേഷനിൽ അഭിലാഷിന്റെ പേരാണ് ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അഭിലാഷ് കാണിച്ച ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ടല്ലോ ഇന്നലെ. അഭിലാഷ് ഇന്നലെ വളരെ മോശമായിട്ട് ചില തെറികളൊക്കെ തന്നെയും വിളിച്ചിരുന്നു. സംഭവം ആരിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ പോലും അഭിലാഷ് അങ്ങനെ വിളിച്ചത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അനീഷ് അഭിലാഷിനെ ഒന്നാമതായിട്ട് നോമിനേറ്റ് ചെയ്തത്. രണ്ടാമതായി അനീഷ് നോമിനേറ്റ് ചെയ്തത് നമ്മുടെ ഓണിയലിനെയാണ്. ഓണിയലിനെയും പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ റെനയും ഓണിയലും തമ്മിലുണ്ടായ പ്രശ്നത്തിലൊക്കെ തന്നെ ഒരുപാട് മോശപ്പെട്ട വാക്കുകൾ ഓണിയലും ഉച്ചരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പുച്ഛം തോന്നിപ്പോകും. അത്രമാത്രം മോശമായ രീതിയിൽ തന്നെയാണ് ഓണിയലും ഇന്നലത്തെ പ്രശ്നത്തിൽ സംസാരിച്ചത്. തൽക്കാലം എന്തായാലും അനീഷ് ആരിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. നിലവിൽ അഭിലാഷിനെയും അതുപോലെ തന്നെ ഓണിയലിനെയുമാണ് അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. വെറും നോമിനേഷൻ മാത്രമല്ല നമ്മുടെ അനീഷ് നടത്തിയത്. നോമിനേഷനോടൊപ്പം തന്നെ ഒരു മാസ് ഡയലോഗും അനീഷ് അടിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു അനീഷിന്റെ വാക്കുകൾ: നിങ്ങൾ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ടവരാണ്, അത് പറ്റില്ല. തൽക്കാലം ഈ ആഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ 2 ദിവസം നിങ്ങൾ അങ്ങ് ജയിലിൽ കിടക്ക്. ഈ മാസ് ഡയലോഗും പറഞ്ഞുകൊണ്ടാണ് അനീഷിന്റെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയത്. അനീഷ് അങ്ങനെ 2 ഡയലോഗ് കൂടെ പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. വലിയ രീതിയിൽ തന്നെ ആരാധക പിന്തുണ തന്നെയാണ് ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് തന്നെ നമ്മുടെ അനീഷ് കരസ്ഥമാക്കിയത്.